നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ നടുക്കുന്ന പല പ്രവചനങ്ങളും വരാറുണ്ട്. അതിൽ പലതും സംഭവിക്കാറുണ്ട്, ചിലത് സംഭവിക്കാറില്ല. ഇപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഇത്തരം പ്രവചനങ്ങളിലെല്ലാം തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ബാബ വാങ്കയും നോസ്ട്രഡാമസ് എല്ലാവരും ഇത്തരത്തിൽ ലോകത്തെ നടുക്കുന്ന പല പ്രവചനങ്ങളും മുൻപേ നടത്തിയിട്ടുള്ളവരാണ്. ഇനി അങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിനും ഇത്തരം പ്രവചനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ജ്യോതിഷ പ്രവചനം നോക്കി അതിനനുസരിച്ച് മലയാളികൾ കാര്യങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ആ പ്രവചനങ്ങൾ വ്യക്തികളെക്കുറിച്ചും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ആവാം. എന്നാൽ ഒരു മന്ത്രിസഭ തന്നെ താഴെ വീഴുമെന്നൊരു പ്രവചനം വന്നാലോ? അതെ, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ സമയം അനുകൂലമല്ല. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് ജ്യോതിഷ പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുന്നത്തൂരിലം കെ വിഷ്ണു നമ്പൂതിരിയാണ് മുഖ്യമന്ത്രി പിണറായിയുടെ രാജി പ്രവചിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 20/5/2021 വൈകുന്നേരം 3:33 കന്നി ലഗ്നത്തിലാണ് നടന്നത്. അഷ്ടമാധിപനും പാപഗ്രഹവുമായ കുജൻ കർമ്മത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ലഗ്നാൽ 5-ൽ ശനിയും 6-ൽ വ്യാഴവും 12-ലെ ചന്ദ്രനും അനുകൂലവുമല്ല. ലഗ്നാധിപനായ ബുധനും ലാഭാധിപനായ ചന്ദ്രനും ബലക്കുറവ്. സഹായ സ്ഥാനാധിപതി കുജന് അഷ്ടമാധിപത്യവും. മുഹൂർത്തമത്ര അനുകൂലമല്ല എന്നും അദ്ദേഹം പറയുന്നു. ശുക്രന് പാപയോഗവും ശത്രുഗ്രഹ യോഗവും ഉള്ളതിനാൽ പൂർണ്ണ ഫലം ലഭിക്കാതെ പോകും. ഘടകകക്ഷികൾ മൂലം രാജിവെക്കേണ്ട അവസ്ഥ. കോടതി കയറാനും യോഗമുണ്ടാകും. കന്നിരാശി ഉദയരാശി ആകയാലും കാലാവധി പൂർത്തിയാക്കാൻ പ്രയാസമാണ്. എന്നാൽ കന്നിരാശി യുഗ്മരാശി ആയതുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യത ഉള്ളതായും അദ്ദേഹം പ്രവചിക്കുന്നു. ജൂലൈ 12 വരെ അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നാണ് ജ്യോതിഷ പ്രവചനം. ഇതിൽ എത്രത്തോളം നമുക്ക് ഇത് ശരിയാകുമെന്നുള്ളത് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ജ്യോതിഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം നിലവിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് നല്ല ചീത്തപ്പേരാണുള്ളത്. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും അഹങ്കാരിയും പരാജിതനും വഞ്ചകനുമായ മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രത്തോളം ഭരണപരാജയം സംഭവിച്ച ഇടതുമുന്നണി സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല. കേരളം കൊള്ളയിലും കൊലയിലും കടബാധ്യതയും പീഡനത്തിലും വരൾച്ചയിലും തകർന്ന് തരിപ്പണമായിരിക്കുകയും സർക്കാരിനെ കൊള്ളയടിച്ച് വിനോദയാത്ര നടത്തിയും കേരളത്തെ ഞെട്ടിച്ചു. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും കുറവല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ തോൽവിക്കുള്ള കാരണം ഇപ്പോൾ എല്ലാം കൂടെ പിണറായിയുടെ നെഞ്ചിലാണ്. പിണറായി എന്ന് പറയുന്ന പേര് ഉച്ചരിക്കാൻ പോലും ഭയമുണ്ടായിരുന്ന നേതാക്കൾക്ക് കഴിഞ്ഞ കമ്മിറ്റികളെല്ലാം തന്നെ തല ഉയർത്തി ഇതിനെല്ലാം പിണറായി ആണെന്ന് പറയാൻ ഒരു മടിയുമില്ലായിരുന്നു. ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അകന്നു പോയതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സേവ് CPM ഫോറത്തിലെ നേതാക്കൾ അടക്കം തുറന്നടിച്ചിട്ടുണ്ട്. അധികാരത്തിന്റെ തണലിൽ രാഷ്ട്രീയവും അസഹിഷ്ണുതയും കാണിച്ച് കേരള ജനതയെ പിണക്കിയത് പിണറായി വിജയനാണെന്ന് പറയാൻ ഇന്ന് CPM നേതാക്കൾക്ക് മടിയില്ല. ജനങ്ങൾ നൽകിയ മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്ന CPM നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. 2019 അപേക്ഷിച്ച് വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് തോൽവിക്ക് കാരണമെന്ന വിമർശനം CPM എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാതെ കുഴങ്ങുകയാണ്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും അവരോട് പ്രതികരിക്കുകയും കൃത്യമായ പരിഹാരം കണ്ടെത്തുകയുമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള കുറുക്ക് വഴിയെന്ന് ഇവിടെ ജീവിച്ചിരുന്ന പല നേതാക്കളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ അരികത്തൂടെ പോകാത്ത, ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്ത, എന്തിനേറെ ഒരു മൈക്കിനെ പോലും അതിനോട് പോലും ദേഷ്യം കാണിക്കുന്ന ഒരു ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നത്. നിസ്സഹായനായ പിണറായിയെ രക്ഷിക്കാൻ ആരുമില്ല. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശാന്തതയാണ് CPMൽ ഇപ്പോഴുള്ളത്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബാണ് ഇന്ന് CPM. ബോംബ് രാഷ്ട്രീയം വേറെ. ഒരു ജനപ്രതിനിധി എങ്ങനെയൊക്കെ ആവരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പിണറായി വിജയൻ. സ്വന്തം കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ച് അധികാരത്തിന്റെ കസേരയിൽ നിവർന്നിരുന്നുകൊണ്ട് രാജവാഴ്ചയാണ് പിണറായി നടത്തുന്നത്. ഇവിടെ ജനങ്ങൾക്ക് സ്ഥാനമില്ലാതെ ആയിരിക്കുകയാണ്. അത് മാത്രമല്ല, KK ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാൻ P ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂരിലെ നേതാക്കളും ആഞ്ഞ് ചരട് വലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പിണറായിക്ക് തലവേദന ഇരട്ടിയാക്കുകയാണ്. പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾ CPMൽ സജീവമാകുമ്പോൾ MV ഗോവിന്ദൻ അതിന് നിശബ്ദ പിന്തുണ നൽകുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധത തുടച്ചു നിൽക്കാൻ പിണറായി സർക്കാർ ആഞ്ഞു പരിശ്രമിക്കേണ്ടി വരും. എന്നാലും എത്രത്തോളം വിജയമുണ്ടാകുമെന്ന് ഉറപ്പില്ല. അങ്ങനെ സംഭവിച്ചാൽ പിണറായി സർക്കാർ ഉടൻ നിലം പതിക്കും.